ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ടീച്ചർ എന്നോട് വന്നൊരു കഥ പറഞ്ഞു. എന്നോടല്ല, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും പറഞ്ഞൊരു കഥയാണ്. പക്ഷേ ദാറ്റ് സ്റ്റക്ക് വിത്ത് മീ. ദാറ്റ് സ്റ്റോറി സ്റ്റുഡ് വിത്ത് മീ. ആൻഡ് ദ സ്റ്റോറി ഗോസ് ലൈക്ക് ദസ്. ഒരു പരുന്ത് അതിൻ്റെ ഒരു ലൈഫ് ടൈമിൽ പല സിറ്റുവേഷനിലൂടെ പോകും. ചിലപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള നല്ലൊരു അമേസിങ് ടൈമിലൂടെ കടന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു ഡൗൺ സൈഡ് വരും, വയസ്സാവും. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് അതിന് ഫുഡ് തേടി കണ്ടുപിടിക്കാൻ പറ്റൂല. കണ്ടുപിടിച്ചാൽ അത് കഴിക്കാൻ പറ്റൂല. അതിൻ്റെ ബീക്സൊക്കെ വളയും, അതിൻ്റെ നഖങ്ങളൊക്കെ നീണ്ടു വളർന്ന് ചുരുളും. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം എങ്ങനെയാണ്, നമുക്കൊരു ഒന്നല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് നമുക്ക് ചൂസ് ചെയ്യാം. വി ഹാവ് ദ എബിലിറ്റി ടു ചൂസ്. അപ്പോൾ ഈ പരുന്നിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് സ്റ്റാർവ് ചെയ്ത് മരിക്കാം, രണ്ട് ദ റൈസ്, അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ. ഇതെങ്ങനെയാ അത് ഇറ്റ്സ് എ വെരി ഹാർഡ് പ്രോസസ്സ്. അത് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പരുന്തിനറിയാം ഒന്നല്ലെങ്കിൽ അത് അതിൻ്റെ ബീക്ക്, അതിൻ്റെ ചുണ്ട് ഏതെങ്കിലും റോക്കിലോ എവിടെയെങ്കിലും കൊണ്ട് അടിച്ച് പൊട്ടിച്ച് നശിപ്പിക്കണം. എന്നിട്ടത് ക്ഷമയോടെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യണം പുതിയത് വരുന്നവരെ. പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നെയിൽസ്, അതിന് എരേനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കുന്ന അതിൻ്റെ നഖങ്ങൾ അത് പൊട്ടിച്ചു കളയണം, ഈ ബീക്ക് പൊട്ടിച്ച പോലെ. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് കൂടിയ ആ ചിറക് അതും ഒന്നൊന്നായി കുത്തി കളയണം. ഇത്രയും ടഫായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ പോയാൽ, എന്നിട്ട് നല്ല പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇനിയും പണ്ടത്തെ പോലെ നല്ല ഉയരത്തിൽ പറക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെയിം സിറ്റുവേഷൻ ഫോർ എ ഹ്യൂമൻ ബീയിങ്. നമ്മൾ ഡെയിലി എടുക്കുന്ന നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ബിലീഫ്സ് നമ്മളെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കും നമ്മളെ. മേ ബി ചിലപ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഭയങ്കര ഫാറ്റ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ബാഡ് ഹാബിറ്റ്സിൻ്റെ സിംറ്റംസ് ഒക്കെ മാറിയിട്ട് അതിൻ്റെ ശരിക്കുള്ള പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ പല ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന്, അങ്ങനെ പോവാം, ഒന്നും ചെയ്യാണ്ട്, ഡു നത്തിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ജസ്റ്റ് ഗോ. ആൻഡ് ദ സെക്കൻഡ് വൺ is a hard decision to make. It's a brave decision to be made by yourself. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ പരുന്തിൻ്റെ കേസിൽ പരുന്ത് അതിനെ ഇമ്പ്രൂവ് ആക്കിയതുപോലെ നീ എന്ത് ചെയ്യണം? നിനക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു ഹാവ് ടു ചൂസ് ദ ഹാർഡ് ഡിസിഷൻ. കാരണം മേ ബി ഇറ്റ് ഈസ് ഹാർഡ് അറ്റ് ദ ടൈം. മേ ബി നീ ചിലപ്പോൾ കുറച്ച് കാലം നിനക്ക് ഭയങ്കര പേഷ്യൻസ് വേണ്ടി വരാം. ബാക്കിയുള്ളവർ നീ ഇടുന്ന എഫേർട്ട് കണ്ടൊന്നും വരില്ല. ബാക്കിയുള്ളവർ നീ ചെയ്യുന്ന മണ്ടത്തരാണെന്ന് പറയും. ആ ഒരു പീരീഡിൽ നിന്നെ കാണുന്നവർ ചിലപ്പോൾ അങ്ങനെ നീ എന്തിനെത്ര സഫർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. പക്ഷെ നീ ആ ഒരു ടൈം കഴിഞ്ഞിട്ട്, ഇറ്റ് ഈസ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു യുവർ 20s വെൻ യു ആർ അറ്റ് യുവർ ഡെത്ത് ബെഡ്. നീ മരിക്കാൻ കിടക്കുമ്പോൾ നിനക്ക് നിൻ്റെ യുവത്വം തിരിച്ചു കിട്ടുന്ന പോലെ ആയിരിക്കും അത്. ജസ്റ്റ് ഇമാജിൻ. ദാറ്റ്സ് ഹൗ യു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ബാക്ക്. അപ്പം ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാക്കുക, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അത് ഇത്ര നാളെ പോയിരുന്ന ആ സെയിം സൈക്കിളിലൂടെ, ലൂപ്പിലൂടെ, പാറ്റേണിലൂടെ നിങ്ങൾക്ക് പോവാം. രണ്ട്, ബ്രേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ഫ്രീ. ബട്ട് റിമെമ്പർ, ഇറ്റ് വിൽ ബി പെയിൻഫുൾ ആൻഡ് യു നീഡ് ടു ഹാവ് പേഷ്യൻസ് ടു ഗോ ത്രൂ ദറ്റ്. സോ ദിസ് ഈസ് എ ലെസൺ ദാറ്റ് ഐ ലേൺഡ്. ആൻഡ് അന്ന് 9ാം ക്ലാസ്സിൽ ഞാൻ കേട്ടപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് എ സിമ്പിൾ സ്റ്റോറി, ബട്ട് I didn't know this story had a very deep meaning in my life. നമ്മൾ കേൾക്കുന്ന പല കഥകളും അതിനെ ഒരു വേറൊരു ഡയമെൻഷനിൽ നമുക്ക് മനസ്സിലാവാം.
കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആ സ്റ്റോറി ഒന്നുകൂടെ കേൾക്കുമ്പോഴായിരിക്കും. സോ ചൂസ് ആൻഡ് മേക്ക് യുവർ ഡിസിഷൻസ് വൈസ്ലി. താങ്ക് യു.